എന്തുവാടേ ഇത്? ഹെ, ഇതെന്തോ സാംസ്കാരിക കേരളമല്ലേ? ഇവിടെ എന്ത് ഡ്രസ്സ് ധരിക്കണമെന്ന് അവരവർക്ക് തീരുമാനിച്ചൂടെ? ഇനി അതിനും ആരുടെയെങ്കിലും അനുവാദം മേടിക്കണം. ചുരിദാർ എന്തുവാ മോശം വസ്ത്രമാണ്? ഇന്നലെ രാവിലെ ചുരിദാർ ധരിച്ചെത്തിയ പ്രധാന അധ്യാപികയെ സ്കൂളിൽ പ്രവേശിപ്പിച്ചില്ല. അതും കൊട്ടാരക്കര നെടുവത്തൂർ ഈശ്വരവിലാസം സ്കൂളിൽ. ചുരിദാർ ധരിച്ചെത്തിയ അവിടുത്തെ പ്രധാന അധ്യാപിക സിന്ധുവിനെയാണ് അവിടുത്തെ സെക്യൂരിറ്റിക്കാരൻ തടഞ്ഞത്. സ്കൂൾ മാനേജറുടെ നിർദ്ദേശപ്രകാരമാണ് അധ്യാപികയെ തടഞ്ഞതെന്നാണ് സെക്യൂരിറ്റി ജീവനക്കാരൻ പറഞ്ഞത്. എന്നാൽ അത്തരത്തിൽ ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ലെന്നാണ് സ്കൂൾ മാനേജർ സുരേഷ് കുമാർ പ്രതികരിച്ചത്. അയാൾ പറഞ്ഞതിൽ അത്രയ്ക്കങ്ങ് വിശ്വസിക്കണ്ട. അയാൾ പറയാതെ ഒരിക്കലും സെക്യൂരിറ്റി അധ്യാപികയെ തടയില്ല, അതും എയ്ഡഡ് സ്കൂളിൽ. ഇന്നലെ രാവിലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിനായുള്ള സാധനങ്ങൾ ഉൾപ്പെടെ വാങ്ങി സ്കൂളിലേക്ക് എത്തിയതായിരുന്നു സിന്ധു. സെക്യൂരിറ്റി ജീവനക്കാരൻ തടഞ്ഞതിനെ തുടർന്ന് അവർ ഗേറ്റിന് മുന്നിൽ കുത്തിയിരുന്ന് സമരം തുടങ്ങി. മാധ്യമങ്ങളിലൊക്കെ ഫ്ലാഷ് ന്യൂസ് വന്നപ്പോൾ കൊട്ടാരക്കര പോലീസ് പാഞ്ഞെത്തി. അതിനുശേഷമാണ് സിന്ധുവിനെ സ്കൂളിലേക്ക് കയറ്റിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഓഫീസ് റൂമിലെത്തിയ മാനേജർ സ്കൂളിൽ സാരി ധരിച്ചെത്തണമെന്നും ചുരിദാർ ഒഴിവാക്കണമെന്നും പലതവണ അധ്യാപികയോട് പറഞ്ഞതായി പറഞ്ഞു കേൾക്കും. അയാൾക്കത് പറയാൻ എന്താണ് അവകാശം? ഇത് എയ്ഡഡ് സ്കൂളാണ്, അല്ലാതെ അയാളുടെ വേറെ സ്കൂൾ പോലെ ഇത് CBSE സ്കൂളോ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്കൂളോ ഒന്നുമല്ല. ഇത് സർക്കാർ ശമ്പളം കൊടുക്കുന്ന എയ്ഡഡ് സ്കൂളാണ്. അല്ലാതെ മാനേജറല്ല അവിടെ ശമ്പളം കൊടുക്കുന്നത്. മാനേജർക്ക് മേൽനോട്ടവും അതുപോലെ അധ്യാപകരെയും സ്റ്റാഫുകളെയൊക്കെ നിയമിക്കുന്നതിന് കാശ് വാങ്ങാനും മാത്രമേ പറ്റൂ. ഇവിടെ നിയമനത്തിന് നാട്ടിലെങ്ങുമില്ലാത്ത തുകയാണ് വാങ്ങുന്നത്. അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പരാതികൾ സർക്കാരിന്റെ മുന്നിലുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അയാളുടെ സ്കൂള് അയാൾ വാങ്ങിച്ചോട്ടെ. 2014-ലും 2021-ലും അധ്യാപകർക്ക് മാന്യവും സൗകര്യപ്രദവുമായ ഏത് വസ്ത്രവും ധരിക്കാമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കിയിട്ടുണ്ട്. സാരി തന്നെ ധരിക്കണമെന്ന് നിർബന്ധമില്ലെന്നും ഉത്തരവിൽ എടുത്തു പറയുന്നു. ആ സാഹചര്യത്തിലാണ് ഇയാളുടെ ഈ ഉഡായിപ്പ് ന്യായം. അയാൾ പറഞ്ഞാൽ കേൾക്കണമെങ്കിൽ സർക്കാർ ശമ്പളം കൊടുക്കാതെ അയാൾ തന്നെ ശമ്പളം കൊടുക്കുന്നവരായിരിക്കണം. അധ്യാപികയെ തടഞ്ഞ സെക്യൂരിറ്റി ഈ പറയുന്ന പോലെ അയാളുടെ ശമ്പളം പറ്റുന്ന ആളാണ്. അയാൾക്ക് സർക്കാർ ശമ്പളം കൊടുക്കില്ല. മാനേജർ പറയുന്നത് അക്ഷരം പ്രതി ആ സെക്യൂരിറ്റിക്കാരൻ കേൾക്കും. അല്ലാതെ മറ്റുള്ളവരെ കേൾപ്പിക്കാൻ ചെന്നാൽ വിവരമറിയും.